നട്ടുച്ച നേരത്തെ ഞങ്ങൾ ബീച്ചിൽ പോവാ. ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് മാത്രം. അപ്പൂന്റെ കാലിന്റെ മുകളിൽ കൈ വെച്ച് അല്ല, എന്റെ കാലിന്റെ മുകളിൽ എന്റെ കൈയുണ്ട്, എന്റെ കൈയിന്റെ മുകളിൽ അവന് കൈ വെക്കണം. അതൊക്കെ എന്താ ഒരു പിന്നാക്കം. പിന്നാക്കോ? അപ്പോഴും അതേ ചിന്തയുള്ളൂ. പിണക്കുന്ന ഉദ്ദേശിച്ചത്, പക്ഷെ പിന്നാക്കം വന്നപ്പോഴായി കൂടുതലും ഉറക്കത്തിലും അത്. ഈ എന്റെ പാന്റും അവന്റെ ടീഷർട്ടും അടിപൊളി. അവന്റെ കൂടെ പോയിരുന്നോ? നമ്മള് ലവർക്ക് പറഞ്ഞോളാം. പോലീസുകാരെ വിട്ട് കപ്പിൾസിനെ പിടിച്ചോടി. ഇതോളെ ബോയ്ഫ്രണ്ട്. ഹായ്, ഇത് സുരഭി ചേച്ചിന്റെ വീട്ടില് കോഴിക്കോട് അല്ലുവിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആട്ടോ. ഞങ്ങളെല്ലാവരും പിറ്റേ ദിവസം കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് നമ്മളൊരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചിട്ട് നേരെ ലഞ്ച് കഴിക്കാൻ പുറത്ത് പോയി. അംബികയിലേട്ടോ പോയത്. സുരഭി ചേച്ചില്ല, ബാക്കി ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വന്നു. ഏച്ചിക്ക് പാർസൽ എടുത്തിട്ട് വീട്ടിലേക്ക് പോകാനായിരുന്നു കേട്ടോ പ്ലാന്. Hi guys, good afternoon. This is Ordinary from Calicut. ഇതാണ് നമ്മളെ ടീം, കോർ ടീം. അങ്ങനെ വേറെ അപ്പൂല നമ്മളെല്ലാരും ഇതാ കോഴിക്കോടാ. ചോറ് എടുക്കണേ. അയ്യോ പോയല്ലോ ചോറ്. ഞങ്ങൾ അംബികയില് ഭക്ഷണം കഴിക്കാൻ വന്ന് എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ നേരെ അംബികയിൽ വന്ന് കഴിച്ച് സുരഭി ചേച്ചിക്കുള്ള പാർസൽ എടുത്ത്. നല്ല ക്ലൈമറ്റ്, ഇതാ മഴ, നല്ല ക്ലൈമറ്റ് ആണ്. നട്ടുച്ച നേരത്തെ ഞങ്ങൾ ബീച്ചിൽ പോവാ. ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് മാത്രം. കോഴിക്കോട് വന്നിട്ട് ഇപ്പം കൊറേ കാലമായി ബീച്ചിൽ പോയിട്ട് നമ്മളന്ന് ബീച്ച് ഹോട്ടലിൽ പോയി. ഇപ്പൊ അറിയാ പോയത് ബീച്ചിൽ പോകണം രണ്ടല്ലേ? ആ ബീച്ചിൽ പോയിട്ടുണ്ടാ കൊറേ. രണ്ടല്ലേ? അതെ, പക്ഷെ അന്ന് നമ്മള് ബീച്ചിലും പോയി മറ്റേത് പൈനാപ്പിൾ ഉപ്പിലിട്ടത്. വെൽക്കം കോപ്പറേറ്റ്. അപ്പം വെൽക്കം ബാക്ക് ടു ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ബൈ. ബീച്ചിൽ കാണാം. റെപ്യൂട്ടേഷൻ പോകുന്നു വിചാരിച്ചിട്ട് കോണ്ടന്റ് ക്രിയേറ്റർ ഗണേശനെ പാവം. എടാ ഇപ്പം ജൂലി വീട്ടിൽ പോയിട്ടാ പോയെ? 2 റൗണ്ട് ഓടിയിട്ടാ പോയെ. എന്റെ ഭാര്യ അല്ല, വീട്ടിൽ പോയിട്ടാ പോയിട്ടുണ്ടാവോ? അപ്പാന്റെ ഭാര്യ എന്തായിരുന്നു രാത്രിയടാ. ഫാമിലി ഓരോ പാട്ട് വെക്കുന്നു. എനിക്ക് ഇന്നലെ നീ ഇല്ലായിരുന്നല്ലോ. ഇന്നലെ രസം. ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ ഞാൻ കിടന്നുറങ്ങി. അത് പാട്ടൊക്കെ കഴിഞ്ഞിട്ടല്ലേ പാട്ടുകാരൊക്കെ ഉണ്ട്. അജു എന്റെ കണ്ണ് പെടായിട്ടടാ. കണ്ണിലോ പൊടിയിട്ട് ഇവിടെ നോക്കണേ. അയ്യോ അജു ഞാൻ അങ്ങനെ വിളിക്കുന്നു. അഞ്ചു എടുത്തിട്ടോ ഒരു പെണ്ണുങ്ങളെ പോയി പെടിയിടിന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കുറഞ്ഞത് അല്ല. ഇവനെങ്ങോട്ടാ? അങ്ങനെ തന്നെ അല്ല, ഞാൻ റോമില് പോവാ. എടുത്ത് കയറി ഇറങ്ങില്ല. ഇതിങ്ങോട്ട് വണ്ടി വരില്ല. മനസ്സിലാവില്ല. കോഴിക്കോട് ആകെ മാറി ഗായ്സ്. ഒന്നുമേ മനസ്സിലാവുന്നില്ല. ഇത് പെരഞ്ഞിപ്പാലാണോ? ക്രിസ്ത്യൻ കോളേജ്. അശോകൻ ലെഫ്റ്റ് അശോകനോ? ആ സിഗ്നല് നമുക്ക് റൈറ്റാ പോകണ്ട. ഞാൻ പറഞ്ഞു എന്താ അവസ്ഥ? മലയാളത്തിലല്ലേ റൈറ്റ് ഞാൻ പറഞ്ഞേ. ഒരു ബ്ലൗസ് ഇല്ലാത്ത കളി. ഞാൻ പറഞ്ഞത് മലയാളത്തിലാ. എന്ത് പറഞ്ഞ ഈ ബ്ലൗസിലേക്ക് പോയിക്കോളെ. നേരെ ഈ വണ്ടി എടുത്ത് കൊടൈക്കനാൽ പോയോ? വിടല്ലേ ചോറ് കൊടൈക്കനാൽ നമുക്ക് സ്വിഗ്ഗി ചെയ്തോളൂ. എടോ നമ്മളങ്ങനെ പോകേണ്ട ഒരു സമയമായിണ്ട് കേട്ടോ. ടീം മരിക്കട്ടെ കൊടൈക്കനാൽ. ഗോവനെ ആലോചിച്ചിട്ട് ശരിയായിരുന്നു. എന്നിട്ടാ അതല്ല പോവാ. നമ്മൾ എറണാകുളത്ത് നിന്ന് വരങ്ങൾ ഇവിടുന്ന് കയറി വരുമോ? അല്ല, കാർ നിർബന്ധമാണ്.
അവിടെ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും നടക്കും. ഒരു പരിപാടി എടുക്കും. നമ്മളെല്ലാരും ടീം പോണെങ്കിൽ 2 കാറ് വേണം. ഒരു കാർ ഇവിടുന്ന് വന്ന ഒരു കാർ ഞങ്ങൾ അവിടെ നിന്ന് വരാം. ഞാൻ വേറൊരു മഴക്കാറായിട്ട് വരാം. ചോറ് ദഹിച്ചു പോയി ഗൈസ്. എല്ലാരും വേണം. രസമായിരിക്കും. മോളെ ആ സിപ്പ് ഇട്ടാളോ? ഏത് സിപ്പട? ഈ തല വെക്കുന്ന സിപ്പ് ഇട്ടാളോ? സോറി, എന്റെ കൈ എന്റെ മുകളിലല്ല വരുന്നത്. കൈന്റെ മുകളിൽ കൈയല്ലേ? അപ്പം അപ്പൂന്റെ കാലിന്റെ മുകളിൽ അവള് കൈ വെച്ച്. അല്ല, എന്റെ കാലിൽ എന്റെ കൈയുണ്ട്. എന്റെ കൈയിന്റെ മുകളിൽ അവന് കൈ വെക്കണം. അപ്പൊ പറഞ്ഞോ, വാ തുറന്ന് പറഞ്ഞോ. ലെമനേഡ് കാപ്പാന്ന് കാപ്പ ചുമത്തുന്നു. നമ്മളത് കപ്പയാക്കും. അതൊക്കെ എന്തായാലും പിന്നാക്കം. പിന്നാക്കോ? അപ്പോഴും അതേ ചിന്തയുള്ളൂ. പിന്നാക്കം പിന്നാക്കോ പിണക്കുന്ന ഉദ്ദേശിച്ചത്. പക്ഷെ പിന്നാക്കം വന്നപ്പോഴായി കൂടുതലും ഉറക്കത്തിലും. അത് അതാരാണ് അതിന്റെ ഡേ കൂടെ പോയിട്ട് വലിയൊരു കണ്ടപ്പോ ലെഫ്റ്റ് ആണോ നേരെ നേരെ വഴിയിലുള്ളടാ. അവിടെ നിന്നാ അവന്റെ കൂടെ നമ്മള് വളഞ്ഞു പോയിരുന്നെങ്കിൽ ചിലപ്പോ ഡീസന്റ് ആയി പോയി. തെച്ചിയാണോ തെച്ചിപ്പൂവാണോ? നീ ഇറങ്ങി നോക്ക്, നമ്മള് ബ്ലോഗ് ചെയ്യാം. ഹായ് ഗൈസ്, കോഴിക്കോട് നിന്നും തെച്ചിപ്പൂ. ഓണത്തിനുള്ള തെച്ചി നീ ഇപ്പഴേ പറക്കുന്നു പാടരുത് ഇതൊക്കെ. ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ചിരി എന്തായിരുന്നു മോനെ രാത്രി ചിരിച്ചിട്ട് കിടന്നിട്ടുണ്ട്. എത്ര നേരാ ചിരിച്ചെന്നാണ് എന്റെ മോനെ. ചിരി നിർത്താൻ പറ്റില്ല. ഉറങ്ങാൻ വേണ്ടി പാട്ടൊക്കെ ടീം ഡാൻസ്. ഞാൻ വിചാരിച്ചു ശരിക്കും നിക്കാല് പേടിച്ച് കിടക്കുന്നേ. നമ്മള് മറ്റേ ടോർച്ച് നോക്കിയപ്പോ പറഞ്ഞത് ഓൻ ചിരിയാണ് അവിടെ. പെട്ടെന്ന് ബോധം പോയി. ടോർച്ച് ഓണയപ്പോ ബോധം പോയി. ഈ വ്ളോഗിൽ ഞാൻ കുറേ ബീപ്പ് അടിക്കേണ്ടി വരും. നമ്മളെല്ലാവരും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വായ തോന്നിയതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് നമുക്കിങ്ങനെ മ്യൂട്ടൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് പോണ്ടി വരും കേട്ടോ. കടലൊക്കെ നല്ല കേറിണ്ടല്ലേ. കണ്ടോ? ലംബോർഗിനി. അയ്യോ, മറ്റേ പ്രക്ഷോഭാണോ? കടലോക്കട കടൽക്ഷോഭോ? പ്രക്ഷോഭല്ല, അതിന്റെ അർത്ഥം വേറെ. അവിടെ നോക്ക്, അവിടെ ഭയങ്കര കടല്, ഭയങ്കര സീന് കടല്. ഗൈസ്, സുനാമി വരുമോ? കടല് നോക്ക്, ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങക്ക്. ഇത് അല്ല, ഞാൻ ഇങ്ങനെ വെള്ളത്രതായിട്ട് കണ്ടില്ല. കണ്ടോ? മഴയല്ലേ? യെല്ലോട്ടോ ഞാൻ കോഴിക്കോട്ടുകാരിയല്ലേ? ഇങ്ങനെ വന്നപ്പോ ഒരു ഭംഗി പോയത് അല്ലേ? ഈ കടകളൊക്കെ ഇങ്ങനെ വന്നപ്പോ വൃത്തിയില്ലാതായിണ്ട് ഇപ്പൊ ആ ഏരിയ നടക്കുമ്പോ. ഫുള്ള് തിരക്കാണ്. ഇതിൽ കൂടെ നടക്കാൻ ഇപ്പൊ ഒന്നും പറ്റൂല. ഇപ്പൊ ഇറങ്ങി നടന്നോ? തിരക്കില്ല. നടന്നിട്ട് ഇപ്പൊ എന്താ വൈകുന്നേരം വൈകുന്നേരം തിരക്ക് നടക്കണ്ടേ? അതിനാ വരുന്നത്. അതൊരു പക്ഷെ ഇവിടേക്കല്ല, കൂട്ടിട്ടിരിക്കണേ. 1-ാം തീയതി അല്ലേ? അല്ലെങ്കിൽ പ്ലാനൊന്നുമില്ല. ഡ്രൈ ഡേ ആണ്. ഡ്രൈ ഡേ മറ്റേ പെണ്ണല്ലേ? ഓഗസ്റ്റ് 1 ഡ്രൈ ഡേ. സാമായിയോ? മറ്റേ പവിഴമല. ഓ, ഇവിടെ പാരഗണുണ്ടോ? എവിടുത്തെ ഇപ്പുറത്തെ ഈ പാരഗണെക്കാട്ടും നല്ലത് നമ്മുടെ ഓൾഡ് പാരഗൺ. ഞങ്ങൾ അവിടെ തന്നെ കഴിച്ചില്ല. അതല്ല, I was looking at the paragon. എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടം. ആട്ടക്കാരി ഇപ്പൊ അവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അതിപ്പോ വണ്ടി അവിടെ കയറ്റാനില്ല, ഒരു വണ്ടി എടുക്കുന്ന കേറ്റില്ലത്. ഞാൻ കുറച്ച് മുന്നോട്ട് എടുക്കാം. അവിടെ ഓടി മൊത്തം ബീപ്പ് ആവട്ടെ. നിങ്ങൾ എന്താണ് ഒരു കോണ്ടന്റ് ക്രിയേഷൻ? അത് പറ്റില്ല. ഭഗവാനെ, പ്രക്ഷോഭത്തിലേക്ക് ഇതാ പോകുന്നു. ബൈക്ക് പിടിച്ചിട്ട്
ഉച്ച നേരത്ത് ഞാൻ വെച്ചിവിടെ ഒരാളും മനുഷ്യനുണ്ടാവില്ല, പക്ഷെ ഈ ക്ലൈമറ്റ് ആയതിനെ കൊണ്ടാന്ന് തോന്നുന്നു എല്ലാരും ഉണ്ട്. കുറച്ച് ആൾക്കാരുണ്ട്. കണ്ടോ, ഭയങ്കര സീനാണല്ലോ വെള്ളം. വിൻസ് എവിടെ? ആ ഫോൺ പോയതാ. എന്തൊരു പോലല്ലേ. പണ്ട് മുതലേ തുടങ്ങിയൊരു സംഭവം ഹായ് പൂക്കി. കണ്ടില്ല. എന്നോട് തുപ്പാനല്ല പറഞ്ഞു. ഇവിടുന്ന് അടിക്കും എല്ലാം ഇങ്ങനെ നിൽക്കും. ആമയൊക്കെ വീട് അതിന് മുകളിൽ പിടിച്ചിട്ട് വേറെ വീട്ടിൽ കൊണ്ടുപോകും. നത്തോലി, സ്രാവ്, സ്രാവ് ഇങ്ങനെ വീഴുമ്പോൾ ചില വായ തുറത്തേക്ക് നിൽക്കുക. വെറും കൊണ്ട് മാത്രം അങ്ങനെ പോയി. ഇതൊരു ഉപകാരമില്ല, അങ്ങോട്ട് പോയാൽ ഒരു ജൈജാന്റിക് ഡിനോസർ ആണെന്ന് തോന്നുന്നു മുഖത്ത് വെച്ചത്. എന്താ കടലിന് കളർ പറ. വെള്ളം കളിക്കൊണ്ട് അല്ല, ഇതാണ് കലങ്ങിയ വെള്ളത്തില് ഈ മീൻ പിടിക്കരുത് പറയുന്നത്. ഇതുകൊണ്ടാ ഒന്നും കിട്ടൂല. അല്ല, പല പുഴകളിൽ നിന്നും കുത്തിയൊലിച്ചു വന്ന വെള്ളങ്ങൾ കടലിലെത്തി കലങ്ങിപ്പോയി. അതാണ് കടൽക്ഷോഭം. അല്ല, ഇത് പ്രക്ഷോഭമാണ്. കടൽ പ്രക്ഷോഭം. പ്രക്ഷോഭാര ഇവിടെ കമ്പനിക്കാരനാ. പ്രക്ഷോഭല്ലോ, പ്രജോഷല്ലേ. ഫുള്ള് ബീപ്പ് ചെയ്യേണ്ടിരുന്നത്. വീഡിയോ ഇല്ല, ഫുള്ള് അതാണ് വീഡിയോ. കാണാം, കേൾക്കാൻ പറ്റില്ല, ഫുൾ ബീപ്പാ. ഓ, ഇത് ബി പി ഒന്നല്ലേ ഇതൊക്കെ. ഇവനാണ് ധവനൊക്കെ. ഹായ് കണ്ണിത്തമ്പുരം. ആറാം തമ്പുരാന്ന് കേട്ടിട്ടുണ്ട്. കണ്ണിത്തമ്പുരാൻ എട്ടത്തമ്മാടി. വാ come on, chill. എടാ, ഈ എന്റെ പാന്റും അവന്റെ ടീഷർട്ടും അടിപൊളി. അവന്റെ കൂടെ പോയിരുന്നോ? നമ്മള് ലവ്വർക്ക് പറഞ്ഞോളാം. പോലീസുകാരെ വിട്ട് കപ്പൽസിനെ പിടിച്ചു കൂടി. ഇതോളെ ബോയ്ഫ്രണ്ട്. ബോയ്ഫ്രണ്ട് ബാഗ്. അങ്ങോട്ടും കൂടെ നോക്ക്. ആ, ഇനി ഒന്നിക്ക്. ഇനി ഒരു നോട്ടം, ഇനി ഒരു ഓട്ടം. പക്ഷെ അത് മാറ കഷണ്ടി കാണുന്നോ. പിന്നെ തിരിച്ച് റിട്ടേൺ പിന്നെ ഹാംസ്ട്രിങ് എപ്പോഴും ഇതാക്കണം. അതായത് കൊണാണ്ടർ ക്ലാസ് ഭയങ്കര കൊണാണ്ടറേ. തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരുന്നും കിടന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കഴിക്കാനുള്ള ഉണ്ടാക്കി. അബ്സുവിന് സ്പൈഡർമാൻ കാണാൻ പോകണമായിരുന്നു. അപ്പം പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ എല്ലാവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകാമെന്നായിരുന്നു പ്ലാന്.
രാത്രി 10 or 10 എന്തായിരുന്നു ഷോ. അപ്പം നമ്മൾ അതിനു മുന്നേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്നായിരുന്നു. കഞ്ഞി, ചെമ്മീൻ പൊരിച്ചത്, അതുപോലെ പയറും വാഴത്തട്ട് ഉപ്പേരി, ചമ്മന്തി, പിന്നെ ഇച്ചിരി തൈര്, ഇതൊക്കെയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. ഓൺലി ഫാൻസ് ഒരു വീഡിയോ എടുത്തിട്ട് വരെ. ഞാൻ ഓൺലി ഫാൻസിൽ ലോൺലി ആയിപ്പോയി. ഒരു തെണ്ടിയില്ല. എല്ലാരും കൂടി എന്തെങ്കിലും അറിയിക്കാം. ഞാനുണ്ട് കേട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് നമുക്ക് വീടിന്റെ ഉള്ളിൽ കൂടെ ഇപ്പം കയറി കഴിഞ്ഞാൽ നമ്പർ വെക്കല്ലോ. ഇവിടെ കോർഡിനേഷൻ ഒന്നും എഴുതിയില്ല ഉണ്ടല്ലോ. നേരെ യൂട്ടേൺ അടിച്ചിട്ട് അതിന്റെ ബാക്കിൽ മങ്ങിയിരിക്കുക. മോനെ നല്ല മഴയത്ത് നമ്മള് പുറത്തേക്ക് ഓടി വരേണ്ടി വരും. ഈ ഷർട്ടായിട്ട് ഇന്നലെ രാത്രി വരുമ്പോട്ടത് ഇതിന്ന് ഇത്ര നേരം ഇട്ടോണ്ടിരുന്നത് വേറെ പുതിയ ഡ്രസ്സാക്കി മാറ്റി. എനിക്കറിയില്ലായിരുന്നു. ഞാനും ഫ്രഷാണല്ലേ. സ്പൈഡർമാൻ കാണാൻ പോകാനുള്ള അങ്ങനത്തെ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്നൊരു തോന്നൽ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് അങ്ങനെ വന്നതായിരുന്നു. അറിയില്ലായിരുന്നു 3D ആണെന്നുള്ള കാര്യം. അപ്പം ഞങ്ങൾ പടമൊക്കെ കണ്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. എൻ്റെ ഏട്ടൻ്റെയും ഫസ്റ്റ് സർക്കിൾ ഫ്രണ്ട്സ് സെയിം ആട്ടോ. ഇതിൽ ഇനിയും ആൾക്കാരുണ്ട്. ഇതാണ് ഞങ്ങളെ മെയിൻ കോർ മെമ്പേഴ്സ്. കുറേ വർഷങ്ങളായിട്ട് എല്ലാവരും എന്തായാലും ഒരു 10 വർഷത്തിൽ കൂടുതലുള്ള പരിചയമാണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. അത്രയും കാലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല സമയങ്ങളിലും മോശം സമയങ്ങളിലൊക്കെ നമ്മളെപ്പോഴും ഒരുമിച്ചുണ്ടായിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അത്രയും വൃത്തിക്ക് അറിയാം. ഒരാളെ മുഖം മാറിയാൽ തന്നെ അറിയാൻ പറ്റും. പടമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കുറേ നേരം സംസാരിച്ച് പുലർച്ചെ 3 മണിക്ക് 4 മണിക്ക് എങ്ങാണ്ടൊക്കെ കിടന്നത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഹാളിൽ താഴെ ബെഡ് ഇട്ടിട്ട് അവരെല്ലാവരും കിടന്ന്. ഞാനും അപ്പും കട്ടിലിൻ്റെ മുകളിൽ ഞങ്ങൾ 2 ആൾ കിടന്നു. കോഴിക്കോട് വ്ളോഗ് ഇവിടെ തീരുക കേട്ടോ. പിന്നെ 2 ദിവസം കൂടി നിന്നിട്ട് എൽസമ്മ മരിച്ചല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അപ്പം വീണ്ടും ഇനി കൊച്ചി വ്ളോഗ്സ് ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ ബൈ.